അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പറയുന്നത് മുഹറം 10 അന്ന് ചൊല്ലേണ്ട കുറച്ച് ദിക്റുകളും അത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലവും ആട്ടോ പറയുന്നത്. ആശൂറ ദിനം ചൊല്ലാനുള്ള ദിക്റുകൾ, അവ ചൊല്ലിയാലുള്ള ഗുണം. ഇതാരും നിസാരമാക്കി കളയരുതേ, കേൾക്കാതെ പോകരുതേ. അപ്പോൾ ഒന്നാമത്തെ ദിക്റാണ് കേട്ടോ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. ഒന്നും കൂടെ പറയാം. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. ഈ ദിക്ർ ആരെങ്കിലും ആശൂറ ദിവസം മുഹറം 10 70 തവണ ചൊല്ലിയാൽ ആ വർഷത്തെ എല്ലാ വിപത്തുകളും അല്ലാഹു അവനെ തൊട്ട് തട്ടി മാറ്റുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ഒരു ദിക്റാണ് കേട്ടോ. അതിന് മുമ്പ് ഈ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. മൻ ഖാല യൗമ ആശൂറായി 70 മറ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ കഫാ അല്ലാഹു ശർറു ദാലിക്കൽ ആം. അപ്പോൾ അതിൻ്റെ ഒരു ഹദീസാട്ടോ ഇതിപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഹദീസിൽ വന്ന ഒരു അറബി, അതിൻ്റെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞത്. ഈ ദിക്ർ ആരെങ്കിലും ആശൂറ ദിവസം മുഹറം 10 70 തവണ ചൊല്ലിയാൽ ആ വർഷത്തെ എല്ലാ വിപത്തുകളും അവനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു തആല തട്ടിമാറ്റും. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ഒരു ദിക്റാണ്. എൻ്റെ കൂടെ ചൊല്ലിക്കോളി കേട്ടോ. സുബ്ഹാനല്ലാഹി മിൽഅൽ മീസാനി വ മുൻതഹൽ ഇൽമി വ മബ്ലഗ റിള വ സീനത്തൽ അർശി വൽഹംദുലില്ലാഹി മിൽഅൽ മീസാൻ വ മുൻതഹൽ ഇൽമി വ മബ്ലഗ റിള വ സീനത്തൽ അർശി വല്ലാഹു അക്ബർ. മിൽഅൽ മീസാനി വ മുൻതഹൽ ഇൽമി വ മബ്ലഗ റിള വ സീനത്തൽ അർശി ലാ മൽജഅ വലാ മൻജാ മിനല്ലാഹി ഇല്ലാ ഇലൈഹി സുബ്ഹാനല്ലാഹി അദദ ശഫ്ഇ വൽ വിത്ർ വ അദദ കലിമാത്തില്ലാഹി താമ്മാത്തി കുല്ലിഹാ വൽഹംദുലില്ലാഹി അദദ ശഫ്ഇ വൽ വിത്ർ വ അദദ കലിമാത്തില്ലാഹി താമ്മാത്തി കുല്ലിഹാ വല്ലാഹു അക്ബർ. അദദ ശഫ്ഇ വൽ വിത്രി വ അദദ കലിമാത്തില്ലാഹി താമ്മാത്തി കുല്ലിഹാ അസ്അലുക സലാമത ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം വഹുവ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ആരെങ്കിലും ഈ ദിക്ർ ആശൂറ ദിവസത്തിൽ ചൊല്ലിയാൽ 7 തവണ ചൊല്ലിയാൽ അവൻ്റെ ഹൃദയം മരിക്കുകയില്ല. അപ്പോൾ നമുക്ക് 7 വട്ടം ചൊല്ലാട്ടോ. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. സുബ്ഹാനല്ലാഹി മിൽഅൽ മീസാനി വ മുൻതഹൽ ഇൽമി വ മബ്ലഗ റിള വ സീനത്തൽ അർശി വൽഹംദുലില്ലാഹി മിൽഅൽ മീസാനി വ മുൻതഹൽ ഇൽമി വ മബ്ലഗ റിള വ സീനത്തൽ അർശി വല്ലാഹു അക്ബർ. മിൽഅൽ മീസാനി വ മുൻതഹൽ ഇൽമി വ മബ്ലഗ റിള വ സീനത്തൽ അർശി ലാ മൽജാ വലാ മൻജാ മിനല്ലാഹി ഇല്ലാ ഇലൈഹി സുബ്ഹാനല്ലാഹി
عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وهو حسبي الله ونعم الوكيل نعم المولى ونعم النصير وصلى الله على سيدنا محمد وعلى آل سيدنا മുഹമ്മദ്. അപ്പോൾ ഞാനിത് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഈ പ്രാവശ്യം ചൊല്ലുക, ആരെങ്കിലും നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒപ്പം ചൊല്ലിയാൽ അത് എല്ലാവർക്കും പ്രയോജനമാകുമല്ലോ. നമ്മൾ 2 വട്ടം ചൊല്ലി, ഇനി നമുക്ക് 7 വട്ടം ചൊല്ലാം. ബിസ്മില്ലാഹിർ سبحان الله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والله أكبر ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش لا منجا ولا منجا من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وهو حسبي الله ونعم الوكيل نعم المولى ونعم النصير وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. سبحان الله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والله أكبر ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش لا منجا ولا منجا من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وهو حسبي الله ونعم الوكيل نعم المولى ونعم النصير وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. سبحان الله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والله أكبر ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش لا ملجأ ولا منجا من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وهو حسبي الله ونعم الوكيل نعم المولى ونعم النصير وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. سبحان الله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والله أكبر ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش لا ملجأ ولا منجا من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر
وعدد كلمات الله التامات كلها والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وهو حسبي الله ونعم الوكيل نعم المولى ونعم النصير وصلى الله على سيدنا محمد وعلى آله وصحبه وسلم سبحان الله ملء الميزان ومنتهى العلم مبلغ الرضا وزنة العرش والحمد لله ملء الميزان ومنتهى العلم مبلغ الرضا وزنة العرش والله أكبر ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش لا ملجأ ولا منجا من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وهو حسبي الله ونعم الوكيل نعم المولى ونعم النصير وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. അൽഹംദുലില്ലാ നമ്മൾ 7 വട്ടം ചൊല്ലി അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഈ ദിക്ർ ആരെങ്കിലും ഈ ദിക്ർ ആശൂറാ ദിവസത്തിൽ ചൊല്ലിയാൽ, അതും 7 തവണ ചൊല്ലിയാൽ അവൻ്റെ ഹൃദയം മരിക്കുകയില്ല. മറ്റൊരു റിപ്പോർട്ടിൽ ആ വർഷം അവൻ മരിക്കുകയില്ല എന്നും വന്നിട്ടുണ്ട്. അള്ളാഹു അവൻ്റെ മരണം തീരുമാനിച്ച വർഷം അവൻ ഈ ദിക്റും പ്രാർത്ഥനയും നിർവഹിക്കില്ല. ഇക്കാര്യം ഇമാൻ ദൈറബി റളിയല്ലാഹു അൻഹു തൻ്റെ മുജറബാത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൊല്ലുക. നിഹായത്തും സൈനിലും ഇത് കാണാം, പേജ് 196. ഇത് ഞാനിവിടുന്ന് അതൊക്കെ പറയണ വിചാരിച്ചിട്ടുണ്ടാവൂലേ. ഇത് നമ്മളെ മസ്അല ഗ്രൂപ്പില്ലേ, അതെന്നാണ് കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ. റബ്ബേ, പാപികളാണ്, ദോഷികളാണ്. അള്ളാഹുവേ, നീ പുറത്തു കൊണ്ട റഹ്മാനെ. ഇനിയൊരു ഇതൊരു കാര്യം കൂടിയും പറഞ്ഞുതരാം കേട്ടോ. മുഹറം 10 മാത്രം നോമ്പ് അനുഷ്ഠിക്കൽ കറാഹത്തോ? ചില കാരണങ്ങളാൽ ഇന്ന് മുഹറം ചില കാരണങ്ങളാൽ ഇന്ന് മുഹറം 9 എനിക്ക് നോമ്പെടുക്കാൻ സാധിച്ചില്ല. 9ഉം 10ഉം മുഹറം 10 മാത്രം നോമ്പ് അനുഷ്ഠിക്കൽ കറാഹത്തോ? അത് ചിലർ മുഹറം 9 ഒഴുക്കൂല, മുഹറം 10 ഒഴുക്കും, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാട്ടത്. ചില കാരണത്താൽ ഇന്ന് മുഹറം 9 എനിക്ക് നോമ്പെടുക്കാൻ സാധിച്ചില്ല. എനിക്ക് നാളത്തെ ദിവസം നോമ്പെടുത്തുകൂടെ? മുഹറം 10 ദിവസം മാത്രമായി നോമ്പ് അനുഷ്ഠിക്കൽ കറാഹത്താണെന്ന് ചിലർ പറയുന്നുണ്ട്. അപ്പോൾ ആ കറാഹത്ത് എനിക്കുണ്ടാവുമോ? ഉത്തരം പറയണത് ഉണ്ടാകില്ല. മുഹറം 9 നോമ്പ് അനുഷ്ഠിക്കാതെ മുഹറം 10 ദിവസം മാത്രം നോമ്പ് അനുഷ്ഠിക്കൽ കറാഹത്തൊന്നുമില്ല. മുഹറം 10 ദിവസം മാത്രം നോമ്പ് അനുഷ്ഠിക്കലും സുന്നത്ത് തന്നെയാണ്. അപ്പോൾ ചിലർക്കൊക്കെ വിചാരമുണ്ട്, എന്താ പറയുക, മുഹറം 9 നോമ്പ് എടുത്തിക്കണമെങ്കിലേ മുഹറം 10 നോമ്പെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാട്ടോ ആ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ. നമ്മുടെ എല്ലാ അമലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. പിന്നെ ഇന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് പറയുന്നത്, മുഹറം 10 ആശൂറാ ദിനം വിശാലത ചെയ്യൽ 4 മദ്ഹബിലും സുന്നത്തുണ്ട്. അതായത് നമ്മളെ ഭക്ഷണം, ഞാനിപ്പോൾ ഇപ്പോൾ ഈ മുഹറത്തിലുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, മുഹറം 10 ഇന്നത്തെ ദിവസം ഭാര്യ, മക്കൾ പോലത്തവർക്ക് വിശാലത ചെയ്യൽ നമ്മുടെ മദ്ഹബിൽ മാത്രം സുന്നത്തുള്ളതാണോ അതോ എല്ലാ മദ്ഹബിലും സുന്നത്തുണ്ടോ? അൽഹംദുലില്ലാ. ആശൂറാ ദിവസം കുടുംബത്തിന് ഭക്ഷണം, വസ്ത്രം പോലെയുള്ളതിൽ വിശാലത ചെയ്യൽ നമ്മുടെ മദ്ഹബിൽ മാത്രമല്ല സുന്നത്തുള്ളത്, 4 മദ്ഹബിലും സുന്നത്ത് തന്നെയാണ്.
4 മദ്ഹബിലെയും ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഈ കാര്യം ബോധ്യപ്പെടും. 4 മദ്ഹബിലെയും ചില ഗ്രന്ഥങ്ങൾ താഴെ കൊടുക്കുന്നു. ഷർവാനി, അസ്സവാഇഖുൽ മുഹിരിക്ക, അസ്നൽ മുത്താലിബ്, ഷാഫി ട്ടോ. അങ്ങനെ അതിൻ്റെ തെളിവുകളുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ ആശൂറാ ദിവസം നമ്മൾ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആശൂറാ നോമ്പ് പറയുന്നത് പക്ഷികളും കാട്ടുമൃഗങ്ങളും മുഹറം 10 നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. അതും ഒരു ഇതിൽ കാണാൻ നമുക്ക് കഴിയും. ഏതിൽ? കിതാബുകളിൽ കാണാൻ കഴിയും. മുഹറം 10 ഭക്ഷണത്തിലും മറ്റുള്ള വിശാലതയുടെ സുവർണാവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. മുഹറം 10 ദിവസം ഭക്ഷണത്തിലും മറ്റും വിശാലത ചെയ്യൽ സുന്നത്താണല്ലോ. അതിൻ്റെ സമയം എപ്പോഴാണ്? മുഹറം 10 നോമ്പ് തുറക്കുള്ള ഭക്ഷണം വിശാലമാക്കിയാൽ ഈ സുന്നത്ത് ലഭിക്കില്ല. മുഹറം 10 നോമ്പ് തുറക്കുള്ള ഭക്ഷണം വിശാലമാക്കിയാൽ ഈ സുന്നത്ത് ലഭിക്കില്ല എന്ന് ചിലർ പറയുന്നു. അത് ശരിയാണോ? ഇങ്ങനെ വിശാലത ചെയ്താലുള്ള ഗുണം എന്താണ്? മുഹറം 10 ദിവസം ഭക്ഷണത്തിനും മറ്റും വിശാലത ചെയ്യലാണല്ലോ സുന്നത്ത്. ഇന്നത്തെ മഗ്‌രിബ് മുതൽ മുഹറം 10 ദിവസം ആരംഭിച്ചു. നാളത്തെ മഗ്‌രിബ് വരെ സമയമുണ്ട്. അതിനിടയിൽ എപ്പോൾ ഭക്ഷണത്തിലും മറ്റും വിശാലത ചെയ്താലും ആ പുണ്യവും സുന്നത്തും ലഭിക്കും. മുഹറം 9 പകലിൽ ഭക്ഷണത്തിലും മറ്റും വിശാലമാക്കിയത് കൊണ്ട് ഈ പുണ്യം ലഭിക്കില്ല. മുഹറം 10 ദിവസത്തെ മാനിച്ചും ബഹുമാനിച്ചും ആദരിച്ചുമാണ് ഭക്ഷണത്തിലും മറ്റും വിശാലത ചെയ്യുന്നത്. മുഹറം 10 പകലിൽ അധിക പേരും നോമ്പ് പിടിച്ചവരായിരിക്കും. അത് കാരണം 10 പകലിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല. 10 നോമ്പ് തുറക്ക് വേണ്ടി വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. നോമ്പ് അനുഷ്ഠിക്കാത്ത കുട്ടികൾക്കും മറ്റും പകലിൽ ഭക്ഷണം കൊടുക്കുകയും നോമ്പ് അനുഷ്ഠിച്ചവർ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കുകയും ചെയ്താലും ഈ പുണ്യം ലഭിക്കും. മുഹറം 10 ദിവസം ഭക്ഷണത്തിൽ വിശാലത ചെയ്യാനാണല്ലോ ഫുഖഹാഉ പറഞ്ഞത്. ആ ഭക്ഷണം മുഴുവൻ മഗ്‌രിബിൻ്റെ മുൻപ് തന്നെ കഴിക്കണം എന്ന് ഒരു ഫുഖഹാവും പറഞ്ഞത് കണ്ടിട്ടില്ല. അതുകൊണ്ട് മുഹറം 10 നോമ്പ് തുറന്ന സമയത്ത് കഴിച്ചാലും ഈ പുണ്യം നമുക്ക് ലഭിക്കുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. സൂക്ഷ്മതയ്ക്കും വേണ്ടി മുഹറം 9 10 നോമ്പ് തുറ വിശാലമാക്കിയാൽ ഉഷാറായി. അൽഹംദുലില്ലാ. മുഹറം 10 ദിവസം കുടുംബത്തിന് ഭക്ഷണത്തിലും വസ്ത്രത്തിലും മറ്റും വിശാലത ചെയ്താൽ ആ വർഷം മുഴുവൻ ഐശ്വര്യ സമൃദ്ധി ഉണ്ടാകുന്നതാണ്. ഇമാം ഇബ്നു അയ്ൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആശൂറാ ദിനം തൻ്റെ കുടുംബത്തിനും സമ്പാദ്യ വിശാലത ചെയ്യുന്നവർക്ക് ആ വർഷത്തുടനീളം അല്ലാഹു വിശാലത ചെയ്യുമെന്ന് ഹദീസ് വചനം യാഥാർത്ഥ്യമാണ്. ജരിബിനാഹു മുൻദു 50 സനത്തി ഔ 60 സനത്ത ഫമാ റഅയ്നാ ഇലൽ ഖൈർ. 50-60 വർഷത്തോളം ഞങ്ങൾ ഈ ദിവസം ചെയ്യുന്ന ഈ പുണ്യകർമ്മത്തിൻ്റെ അനന്തരഫലം നിരീക്ഷിച്ച് പരിശോധിച്ചപ്പോൾ എല്ലാ നിലയിലും നല്ലതല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് അനുഭവമുണ്ടായിട്ടില്ല. സാധാരണ ദിവസങ്ങളിൽ ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുകയാണ് വേണ്ടത്. എന്നാൽ അതിഥി സൽക്കാരത്തിലും സവിശേഷ ദിനങ്ങളിലും ആശൂറാ ദിവസം പോലെ ഭക്ഷണത്തിൽ സുഭിക്ഷത നൽകൽ സുന്നത്താണ്. അപ്പോൾ ഈ കാര്യം ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഈ വർഷത്തിനുള്ള ഭക്ഷണത്തിന് ഇത് മതിയാകും. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ എല്ലാവരും മുഹറം 10 ഭക്ഷണ വിശാലതയും നമ്മളെ മുഹറം 10 ഭക്ഷണ വിശാലത എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇന്ന് ആരൊക്കെ നോമ്പ് എടുത്തിട്ടുള്ളത്? മുഹറം 10 നോമ്പ് അനുഷ്ഠിച്ചാൽ ഒരു വർഷത്തെ പാപങ്ങളാണ് പൊറുക്കപ്പെടുന്നത്. മുഹറം 10 നോമ്പ് അനുഷ്ഠിച്ചാൽ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും പോലെ തന്നെ മുഹറം 9 നോമ്പും എടുത്താലും 2 നോമ്പ് എടുത്താലും നമ്മളെ
പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണവും. അപ്പോൾ നമ്മൾ കുറേ ഇസ്തിഗ്ഫാറും സ്വലാത്തും ഖുർആൻ പാരായണവും നല്ല കാര്യങ്ങളും ഒക്കെ ചെയ്യുക. തിന്മകളൊക്കെ നമ്മൾ വെടിയുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, സ്വതക്ക കൊടുക്കുക. നമുക്ക് ഉള്ളതെന്ന് നമ്മൾ ഒക്കെ നല്ല തൃപ്തികരമായിട്ട് ഒക്കെ റാഹത്തായിട്ട് ഒക്കെ കഴിയുക. ഇനി നമുക്ക് 70 പ്രാവശ്യം ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗല വനിഅമൻ നസീർ ഇത് 70 പ്രാവശ്യം ചൊല്ലിയാൽ നമ്മളെ ഈ വീഡിയോ റാഹത്തായി. അല്ലെങ്കിൽ ഒരു മനസ്സുഖം ഉണ്ടാവില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലല്ലോ എന്നുള്ളൊരു ഗതികേടിച്ചുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഫോളോ ചെയ്യേണ്ടവർക്ക് ഫോളോ ചെയ്താൽ മതി. എന്നാലും എനിക്ക് ഞാനത് പറഞ്ഞു തന്നോ എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് തുടങ്ങാം. ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗല വനിഅമൻ നസീർ. 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 حسبي الله ونعم الوكيل نعم المولى ونعم النصير. 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 حسبي الله ونعم الوكيل نعم المولى ونعم النصير.
حسبي الله ونعم الوكيل نعم المولى ونعم النصير 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 അൽഹംദുലില്ലാ. അപ്പോൾ ഈ ദിക്ർ എല്ലാവരും 70 പ്രാവശ്യം ചൊല്ലുക. നമ്മുടെ എല്ലാവരുടെയും എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഈ ദിക്റുകളൊക്കെ ചൊല്ലുക. നീ നമ്മൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നീ നമ്മൾ നമ്മൾ ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ അല്ലാഹുവിനോട് പറഞ്ഞ് ദുആ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ അറിവുകളൊക്കെ കിട്ടുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പ്രത്യേകം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മുഹറം 10 ദിവസം ചെയ്യണം. അൽഹംദുലില്ലാ. 70 ദിക്റും മറ്റത് 7 ദിക്റും. പിന്നെ 5 വക്ത് നിസ്കാരം നമ്മൾ ഖളാ നിസ്കരിക്കാം. ഖുർആൻ പാരായണം ചെയ്യുക, സ്വലാത്ത് ചൊല്ലുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, നമ്മൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, സ്വതക്ക ചെയ്യുക. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ധന്യമാക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ കടങ്ങൾ ഇതൊക്കെ വീട് കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് നമ്മളെപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തരും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വൈകിട്ട് തരും, കുറച്ച് അതിലും സാവകാശം തരും. എന്നാലും ഹൈറായതിലൂടെയാണ് നമ്മളെല്ലാവരും നടന്നു പോകുന്നത്, ജീവിച്ചു പോകുന്നത്. അപ്പോൾ നമ്മളെ പ്രാർത്ഥന കൊണ്ടാണല്ലോ അത് അങ്ങനെ പോകുന്നത്. നമ്മൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. കാരണം എത്ര ആൾക്കാർ ഈ ആത്മഹത്യയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ അള്ളാഹു നമുക്ക് എന്തായാലും ഇപ്പം ഇന്ന് വൈകുന്നേരം ആവും, നാളെ രാവിലെ ആവും, എന്തായാലും അങ്ങനെയൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമ്മളെ ലൈഫും ഓരോ ദിവസവും കടന്നു പോകുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. വെറുതെ ആത്മഹത്യയിലേക്കൊന്നും പോവാതിരിക്കുക, ഇടങ്ങേറാവാതിരിക്കുക, സ്ട്രെസ് ഇല്ലാതിരിക്കുക, മാനസിക വിഷമം അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കുക. നമ്മൾ എന്തായാലും കിട്ടി പോയാൽ പോയി പറഞ്ഞാൽ എന്തായാലും ജീവിതം അങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിലെന്തിനാണ് നമ്മൾ ഇത്രയും ഇടങ്ങാറായിട്ടും വിഷമിച്ചിട്ടും, പിന്നെ അതൊക്കെ അതിൻ്റെ രീതിക്ക് അതിൻ്റെ പോലെ നടന്നു പോകണില്ലേ. അപ്പോൾ അത്രക്കും ഓരോ കാര്യങ്ങളും അങ്ങനെയാണല്ലോ, ഒക്കെ അതിൻ്റേതായിട്ട് സമയത്ത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ആ കാര്യത്തെ ആലോചിച്ചിട്ട് അത്രയും ടെൻഷൻ അടിക്കുന്നത്? അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഞാനും അതുപോലെ ഒരുപാട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസമോ ബുദ്ധിമുട്ടൊക്കെ വന്നാൽ അങ്ങനെ ഇടങ്ങാറായിട്ട് അങ്ങനെ ചിന്തിച്ച് കൂട്ടി ലാസ്റ്റ് നമുക്ക് തന്നെ അസുഖങ്ങൾ വരിക. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? ഭയപ്പെടാൻ തീരുമാനിച്ചാൽ നമ്മൾ ഭയപ്പെടുന്നേ ഉണ്ടാവുക. നമ്മൾ പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ എപ്പോഴും പിന്തിരിഞ്ഞോട്ടെ, നമുക്കൊരു വിജയം ഉണ്ടാവില്ല. അപ്പോൾ വിജയം ഉണ്ടാവണമെങ്കിൽ, നമുക്കൊരു ഫത്താഹ് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുക. അള്ളാഹുവിനോട് നമ്മളെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അള്ളാഹു നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. തീർച്ചയായും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അതിൽ ഉറച്ച് വിശ്വസിക്കുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഒരുപാട് നല്ല അറിവുകൾ, കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് അനുഭവിച്ച ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ കരുതിയിരിക്കണം. കാരണം അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രചോദനം ഒരാൾക്കുണ്ടായാൽ മതി. ഒരാൾക്ക് പ്രചോദനം ഉണ്ടായാൽ അതെനിക്ക് വലിയ സന്തോഷമാണ്. ഇപ്പം ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, അത് എല്ലാവരും കാണുമെന്നോ എനിക്കൊന്നും ഒട്ടും അറിയില്ല. ചിലപ്പോൾ വ്യൂസൊക്കെ കുറവായിരിക്കും, ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നുമല്ല ഇടുന്നത്, എൻ്റെ ആത്മാർത്ഥത. അപ്പോൾ അതിലെനിക്ക് വിജയം ഉണ്ടെങ്കിൽ, അതിൽ റബ്ബ് എനിക്ക് വിജയം തരുന്നുണ്ടെങ്കിൽ അതിലെനിക്ക് വിജയം മതി. അല്ലാതെ ഞാൻ അതും ഇതൊക്കെ ഒന്നും പറഞ്ഞു കണ്ടില്ല. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് നടന്ന, അതേപോലെ എൻ്റെ സുഹൃത്തുക്കൾ ഇവർക്കൊക്കെ നടന്നിട്ട് അവരുടെ അനുഭവ വെളിച്ചത്തിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതേപോലെ ഞാൻ ചിലപ്പോൾ ഉണ്ടാവും ഒറ്റ ദിവസം കൊണ്ട്, ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല ഒറ്റ ദിവസം കൊണ്ട് ഉത്തരം കിട്ടുന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ അത് ഒക്കെ അല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ അപ്പം തന്നെ ഉത്തരം തരും, ചിലപ്പോൾ വൈകി തരും, ചിലപ്പോൾ കുറച്ചും കൂടി വൈകിട്ട് തരും. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഉത്തരം തരിക അറിയണത് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് നോക്കിയിട്ട് നമുക്ക് അപ്പോൾ കിട്ടുകയാണെങ്കിലോ, അതാണ് ഈ ഒറ്റ ദിവസം കൊണ്ട് ഉത്തരം കിട്ടിയെന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഉറപ്പിച്ച് പറയില്ല, കാരണം നമുക്ക് കിട്ടിയതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അള്ളാഹു ചിലപ്പോൾ കുറച്ച് വൈകി തരും, ചിലപ്പോൾ പെട്ടെന്ന് തരും, ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ പ്രാർത്ഥിച്ചാൽ തരും. അത് ചിലരുടെ കമൻറ്റ് ഓരോ വീഡിയോസിൻ്റെ അടിയിൽ നമുക്ക് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഓരോ വീഡിയോയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ദിവസം ആരും ചൊല്ലാനും ചെയ്യാനൊന്നും മറക്കരുത്. അത് ഞാൻ പ്രത്യേകം പറയണേ, കാരണം മുഹറം 10 ഈ ഒരു വർഷത്തിൽ ആദ്യത്തെ ഒരു മുഹറം 10ആണ്. ഒരു വർഷത്തിൽ ഒരു വട്ടേ വരുള്ളൂ. അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അത് മതിയാവും. അപ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുഹറം 10-ന് 10 കാര്യങ്ങളാണ്. അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാണ്ടാവുമല്ലോ. 10 അത്ഭുതകരമായ ഓരോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഉണ്ടല്ലോ യൂനുസ് നബി മീൻകാലത്തിൻ്റെ മീനിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ എത്ര ദിവസങ്ങൾ ഇലാഹില്ലാത്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ള ആദിത്യർ എത്ര വട്ടം അള്ളാഹുവിനോട് ചോദിച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം തരും. എന്നാലും ഓരോ ദിവസവും നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും ആ ദിവസവും കടന്നു പോകണില്ലേ, അത്രമാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ചിന്തിച്ചാൽ അറ്റല്ല, പക്ഷെ നമ്മൾ ഹയറായത് മാത്രം ചിന്തിക്കുക. അള്ളാഹു ഉത്തരം നൽകും മക്കളെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.